Hi friends, welcome to my channel Civil Tips and Tricks. എൻ്റെ വീഡിയോ വന്നിട്ട് കേരള വാട്ടർ അതോറിറ്റിക്കും ലെക്ചറർ ഗ്രേഡ് 1 റൂറൽ എഞ്ചിനീയറിംഗ് എക്സാംസിന് കേരള PSCയുടെ യൂസ്ഫുൾ ആയിരിക്കും. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ വീഡിയോ. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ബാക്കിയാണ്. ഓക്കെ, ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ എൻജിൻസ് പാർട്ട് 4 ആണ് ഞാൻ എടുക്കുന്നത്. ഓട്ടോ സൈക്കിളിൻ്റെ കണ്ടിന്യൂഷൻ ആണ് ഇപ്പോൾ എടുക്കുന്നത്. ഇറ്റ് ഈസ് എ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ഗ്യാസോലിൻ എഞ്ചിൻ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 റിവേഴ്സിബിൾ ഐസോകോറിക് പ്രോസസ് ആൻഡ് 2 റിവേഴ്സിബിൾ അഡയബാറ്റിക് പ്രോസസ്. ഓക്കെ, അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എഫിഷ്യൻസി ഓഫ് ഓട്ടോ സൈക്കിൾ ഈസ് ഡിഫൈൻഡ് ബൈ ദ ഇക്വേഷൻ നീറ്റ ഈക്വൽ ടു T1 minus T2 divided by T1 1 minus 1 by R power gamma minus 1. ഓക്കെ, ഈ ഒരു ഫോമുല പഠിച്ചു വെക്കണം. പക്ഷേ ഡീസൽ സൈക്കിളിൻ്റെ എഫിഷ്യൻസി അത്ര വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ ആ ഒരു ഫോർമുല ഡീസൽ സൈക്കിളിൽ എഴുതുന്നില്ല. വേർ R is known as compression ratio. അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആണെന്താണ്. ഓക്കെ, defined as the ratio of volume before compression and volume after compression. Okay, it is clear that as compression ratio increases, efficiency increases, but compression goes beyond the certain limit, knocking problem occurs. Okay, compression ratio increase ആവുന്നതോറും efficiency നീറ്റ. ഓക്കെ, efficiency നീറ്റ വന്നിട്ട് നല്ലവണ്ണം ഇൻക്രീസ് ആവും. പക്ഷേ കംപ്രഷൻ റേഷ്യോ ഒരുപാട് കൂടുകയാണെങ്കിൽ നോക്കിംഗ് പ്രോബ്ലം ഒക്കെ ആവും. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഈ ഫിഗർ വന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, 1 to 2 വന്നിട്ട് ഐസെൻട്രോപിക് കംപ്രഷൻ, 2 to 3 വന്നിട്ട് കോൺസ്റ്റൻറ്റ് വോളിയം ഹീറ്റ് അഡീഷൻ. ഓക്കെ, 3 to 4 വന്നിട്ട് ഐസെൻട്രോപിക് എക്സ്പാൻഷൻ. അത് കഴിഞ്ഞിട്ട് 4 to 1 വന്നിട്ട് കോൺസ്റ്റൻറ്റ് വോളിയം ഹീറ്റ് റിജക്ഷൻ. ഇത് നമ്മൾ ഈ പിക്ചർ നോക്കുമ്പോഴേ നമുക്ക് പെട്ടെന്ന് തന്നെ പിടികിട്ടേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, ഇത് വന്നിട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഡീസൽ സൈക്കിൾ. ഓക്കെ, ഡീസൽ സൈക്കിൾ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ബേസിക് പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ഡീസൽ സൈക്കിൾ കൺസിസ്റ്റ് ഓഫ് 2 റിവേഴ്സിബിൾ അഡയബാറ്റിക് ആൻഡ് 1 റിവേഴ്സിബിൾ ഐസോബാർ ആൻഡ് 1 റിവേഴ്സിബിൾ ഐസോകോറിക് പ്രോസസ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീസൽ സൈക്കിൾ വന്നിട്ട് ഡീസലിൽ വർക്ക് ചെയ്യുന്ന മെഷീൻസിന് ആ ഒരു പ്രോസസ്സിന് പറയുന്നതാണ് ഡീസൽ സൈക്കിൾ. ഓക്കെ, ഓട്ടോ സൈക്കിൾ പോലെ ഡീസൽ സൈക്കിൾ. ഓട്ടോ സൈക്കിൾ വന്നിട്ട് പെട്രോൾ എഞ്ചിനിലാണ് വർക്ക് ചെയ്യുന്നത്. ഡീസൽ സൈക്കിൾ ഒന്നും ഡീസലിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇത് വന്നിട്ട് ഇത് കൺസിസ്റ്റ് ഓഫ് 2 അഡയബാറ്റിക് റിവേഴ്സിബിൾ 2 റിവേഴ്സിബിൾ അഡയബാറ്റിക് പ്രോസസ്, പിന്നെ വന്നിട്ട് 1 റിവേഴ്സിബിൾ ഐസോബാർ ആൻഡ് 1 റിവേഴ്സിബിൾ isocoric process. Okay, it is a combination of reciprocating initial combustion engine. In it, fuel is ignited by heat generation. During the compression, the air is in the compression chamber. Into the fuel is ejected. This does not consist of a spark plug. Okay, but ഇതിന് വന്നിട്ട് ഫ്യൂവൽ വന്നിട്ട് സ്പ്രേ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ തന്നെത്താനെ കത്തിപ്പിടിക്കാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ പെട്രോൾ എഞ്ചിന് സ്പാർക്ക് പ്ലഗ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സ്പാർക്ക് പ്ലഗ് പ്രൊവൈഡ് ചെയ്താലേ പെട്ടെന്ന് തീ പിടിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇപ്പം ഡീസൽ എഞ്ചിൻ ആർ യൂസ്ഡ് ഇൻ എയർക്രാഫ്റ്റ്, ഓട്ടോമൊബൈൽസ്, പവർ ജനറേഷൻ, ഡീസൽ ഇലക്ട്രിക് ലോക്കോമോട്ടീവ്സ് ആൻഡ് ബോത്ത് സർഫേസ് ഷിപ്സ് ആൻഡ് സബ്മറൈൻസ്. ഓക്കെ, diesel cycle is assumed to have constant pressure during initial part of compression phase. Okay, this is an ideal mechanical model. Real physical diesels do not have an increase in pressure during this period, but less pronounced that in the Otto cycle. It consists the idealized Otto cycle of gasoline engine approximate constant volume process during that phase. Okay, ഇതിൽ വന്നിട്ട് കോൺസ്റ്റൻറ്റ് വോള്യൂമാണ്. നമ്മൾ പിക്ചർ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും 2 to 3 വന്നിട്ട് കോൺസ്റ്റൻറ്റ് വോള്യൂമാണ്. പക്ഷേ ഓട്ടോ സൈക്കിളിൽ 2 to 3 വന്നിട്ട്
വെർട്ടിക്കൽ ലൈൻ ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഡീസൽ സൈക്കിളിൽ ഇത് വന്ന് ഹോറിസോണ്ടൽ ലൈൻ ആയിരിക്കും, അത് വന്ന് വെർട്ടിക്കൽ ലൈൻ ആയിരിക്കും. ഓക്കെ, ഇത് മാത്രമേ ഉള്ളൂ അതിൽ അങ്ങനെ ഡിഫറൻസ് ഉള്ളത്. പിന്നെ 1 to 2 വന്ന് ഐസെൻട്രോപിക് കംപ്രഷൻ, 2 to 3 വന്നിട്ട് കോൺസ്റ്റൻറ്റ് പ്രഷർ ഹീറ്റ് അഡീഷൻ, 3 to 4 വന്നിട്ട് ഐസെൻട്രോപിക് എക്സ്പാൻഷൻ. അടുത്തത് വന്നിട്ട് ഡുവൽ സൈക്കിൾ. പക്ഷേ ഡീസൽ സൈക്കിളിന് എഫിഷ്യൻസി ഉണ്ട്, പക്ഷെ അതിനെപ്പറ്റി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാൻ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നില്ല. ഓക്കെ, ഡുവൽ സൈക്കിൾ എന്ന് പറഞ്ഞാൽ compression process in spark ignition engine does not occur exactly at constant volume, nor does the compression process in an actual compression ignition engine occur exactly at the constant pressure. Therefore, another idealized cycle is known as dual cycle, has developed closely approximate the actual spark ignition engines. The PV and TS diagram of a dual cycle is shown below. In this cycle, the part of heat addition occurs at a constant volume. The rate is at constant pressure. The dual cycle is also called mixed or limited pressure cycle. Okay, dual cycle എന്ന് പറഞ്ഞാൽ രണ്ടിലും വർക്ക് ചെയ്യും. പെട്രോൾ എഞ്ചിനിലും വർക്ക് ചെയ്യും, പെട്രോളിലും വർക്ക് ചെയ്യും, ഡീസലിലും വർക്ക് ചെയ്യും. അങ്ങനെയാണ് ഡുവൽ സൈക്കിൾ വരുന്നത്. ഓക്കെ, ഡുവൽ സൈക്കിളിൻ്റെ PV ഡയഗ്രാമാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഡുവൽ സൈക്കിളിന് മറ്റേ ഡീസൽ സൈക്കിളിന് വന്നിട്ട് ഒരു ഫ്ലാറ്റ് ആയിരിക്കും. ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ അതിന് ഹോറിസോണ്ടൽ സർഫേസ് ആയിരിക്കും. പക്ഷേ ഓട്ടോ സൈക്കിളിന് വന്നിട്ട് ഫ്ലാറ്റ് ആയിരിക്കത്തില്ല, എങ്ങനെയാ വെർട്ടിക്കലായിരിക്കും. ഓക്കെ, പക്ഷേ ഇതിൽ വന്ന് ഹോറിസോണ്ടലും കാണും വെർട്ടിക്കലും കാണും. ഡുവൽ സൈക്കിളിൻ്റെ പ്രഷർ വോള്യൂം ഡയഗ്രാമും പിന്നെ TS ഡയഗ്രാമിൻ്റെയും റെപ്രസെൻറ്റേഷനാണ് ഇപ്പോൾ ഞാൻ കൊടുത്തിരിക്കുന്നത്. ഐസെൻട്രോപിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ 1 to 2 വന്നിട്ട് ഐസെൻട്രോപിക് ആയിരിക്കും. കംപ്രഷൻ വിത്ത് RV = V1/V2. 2 to 3 വന്നിട്ട് ഹീറ്റ് അഡീഷൻ അറ്റ് കോൺസ്റ്റൻറ്റ് വോള്യൂം ആണ്. 3 to 4 വന്ന് ഹീറ്റ് അഡീഷൻ അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ആണ്. 4 to 5 വന്നിട്ട് ഐസെൻട്രോപിക് എക്സ്പാൻഷൻ. 5 to 1 വന്ന് ഹീറ്റ് റിജക്ഷൻ അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം. അപ്പം ഈ പെട്രോൾ സൈക്കിളിൽ വന്നിട്ട് മീൻസ് ഓട്ടോ സൈക്കിളിൽ വന്നിട്ട് വെർട്ടിക്കൽ ലൈൻ മാത്രമേ കാണത്തുള്ളൂ, ഹൊറിസോണ്ടൽ ലൈൻ കാണത്തില്ല. പക്ഷേ ഡീസൽ സൈക്കിളിന് ഹൊറിസോണ്ടൽ ലൈൻ മാത്രമേ കാണത്തുള്ളൂ, വെർട്ടിക്കൽ ലൈൻ കാണത്തില്ല. ഓക്കെ, അപ്പോൾ ഡുവൽ സൈക്കിളിൽ 2 ലൈൻസും കാണും. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോസസ്സിൽ നമുക്ക് പെട്രോളും യൂസ് ചെയ്യാം, ഡീസലും യൂസ് ചെയ്യാം. സെയിം കംപ്രഷൻ റേഷ്യോ, പിന്നെ കോൺട്രാക്ഷൻ ആൻഡ് ഹീറ്റ് അഡീഷൻ. ഓക്കെ, അത് വന്നിട്ട് ഓട്ടോ സൈക്കിളാണ് ഗ്രേറ്റർ, ഡീസൽ സൈക്കിളാണ് അടുത്തത് വരുന്നത്, ഡുവൽ സൈക്കിളിനാണ് അടുത്തത് വരുന്നത്, ഡീസൽ സൈക്കിളായിരിക്കും ഏറ്റവും ലെസ് ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, അതിൻ്റെ എഫിഷ്യൻസി ആണിപ്പോൾ ഞാൻ പറയുന്നത്. എഫിഷ്യൻസി വന്നിട്ട് ഓട്ടോ സൈക്കിളായിരിക്കും ഗ്രേറ്റർ, ഡുവൽ സൈക്കിൾ കുറച്ചുകൂടി ലെസ്സർ ആയിരിക്കും, ഡീസൽ സൈക്കിൾ അതിനും ലെസ് ആയിരിക്കും. ഓക്കെ, സെയിം കംപ്രഷൻ റേഷ്യോ ആൻഡ് ഹീറ്റ് റിജക്ഷൻ വന്നിട്ട് ഓട്ടോ സൈക്കിളായിരിക്കും ഗ്രേറ്റർ ആയിട്ട് വരുന്നത്, ഡുവൽ സൈക്കിൾ വന്ന് രണ്ടാമത് വരും, ഡീസൽ സൈക്കിൾ വന്ന് മൂന്നാമത് വരും. ഓക്കെ, ഓട്ടോ സൈക്കിൾ ആയിരിക്കും ഗ്രേറ്റർ ആയിട്ട് വരുന്നത്, ഡുവൽ സൈക്കിൾ രണ്ടാമത് കുറച്ചുകൂടെയും അതിനേക്കാളും വാല്യൂ കുറവായിരിക്കും എഫിഷ്യൻസി, ഡീസൽ സൈക്കിൾ അതിനേക്കാളും കുറച്ചുകൂടെ ലെസ് ആയിട്ടുള്ള എഫിഷ്യൻസി ആയിരിക്കും. സെയിം മാക്സിമം ടെമ്പറേച്ചർ ആൻഡ് ഹീറ്റിൽ വന്നിട്ട് ഡീസൽ സൈക്കിൾ ആയിരിക്കും ആദ്യം വരുന്നത്, ഡുവൽ സൈക്കിൾ ആയിരിക്കും രണ്ടാമത് വരുന്നത്, മൂന്നാമത് ഓട്ടോ സൈക്കിൾ ആയിരിക്കും. മറ്റേ രണ്ടെണ്ണം സെയിം കംപ്രഷൻ റേഷ്യോ, കോൺട്രാക്ഷൻ ആൻഡ് ഹീറ്റ് അഡീഷൻ പ്ലസ് ഹീറ്റ് റിജക്ഷൻ, ഇതെല്ലാം വന്നിട്ട് ഓട്ടോ സൈക്കിളാണ് ആദ്യം വരുന്നത്. രണ്ടാമത് സെയിം മാക്സിമം ടെമ്പറേച്ചർ ആൻഡ് ഹീറ്റ്, പിന്നെ ഹീറ്റ് ഇൻപുട്ട്, പിന്നെ ഹീറ്റ് ഔട്ട്പുട്ട്, ഇതെല്ലാം വന്നിട്ട് ഡീസൽ സൈക്കിളായിരിക്കും ഫസ്റ്റ് വരുന്നത്, രണ്ടാമത് ഡുവൽ സൈക്കിൾ ആയിരിക്കും, ഓട്ടോ സൈക്കിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് മെയിനായിട്ട് പഠിച്ചു വയ്ക്കുക. ഇതെങ്ങനെയാണ് പെട്ടെന്ന് ഓർത്ത് വയ്ക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ വന്നിട്ട് പെൽട്ടൺ വീല്, ഫ്രാൻസിസ് ടർബൈൻ, കപ്ലാൻ ടർബൈൻ പഠിക്കുന്നത് പോലെ ഈസി ആയിരിക്കും ഇതും പഠിക്കാനായിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ എഫിഷ്യൻസി വെച്ചിട്ട് നമ്മൾ ഏതാണ് ഗ്രേറ്റർ മീൻസ് ഹെഡ് വെച്ച് ഡിസ്ചാർജ് വെച്ച് അതെല്ലാം ആ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു ഇത് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. ഫ്യൂവൽ പവർ എന്താണെന്ന് വെച്ചാൽ ഡിഫൈൻഡ് ആസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി പ്രൊഡ്യൂസ്ഡ് വെൻ യൂണിറ്റ് മാസ് ഓഫ് ഫ്യൂവൽ കംപ്ലീറ്റ്ലി ബേൺ. ഒരു ഫ്യൂവൽ വന്നിട്ട് ഫുള്ളായിട്ട് ബേൺ ചെയ്യുന്ന ആ ഒരു
ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു സമയത്ത് പറയുന്ന പേരാണ് ഫ്യൂവൽ പവർ എന്ന് പറയുന്നത്. ഇൻഡിക്കേറ്റഡ് പവർ എന്ന് പറഞ്ഞാൽ ഇൻഡിക്കേറ്റഡ് പവർ അല്ലെങ്കിൽ ഇൻഡിക്കേറ്റഡ് തെർമൽ എനർജി, അതിന് IP എന്നാണ് കൊടുത്തിരിക്കുന്നത്. The amount of power developed in the cylinder can also considered as the power exerted on the piston. Okay, the amount of power developed in the cylinder, ഈ നമ്മുടെ കംപ്രഷൻ നടക്കുന്ന ആ സിലിണ്ടറിൽ എത്ര പവർ നമ്മൾ ഉണ്ടാകുന്നോ അത്രയും ഓൾസോ കൺസിഡർഡ് ആസ് പവർ എക്സ്റ്റേർഡ് ഓൺ ദ പിസ്റ്റൺ, അതേ പവർ തന്നെ പിസ്റ്റണിലും ആക്ട് ചെയ്യും എന്ന് കൺസിഡർ ചെയ്യുന്നുണ്ട്. അതിനാണ് പറയുന്നത് ഇൻഡിക്കേറ്റഡ് പവർ അല്ലെങ്കിൽ ഇൻഡിക്കേറ്റഡ് തെർമൽ എനർജി. ബ്രേക്ക് തെർമൽ എനർജി അല്ലെങ്കിൽ ബ്രേക്ക് പവർ അല്ലെങ്കിൽ ബ്രേക്ക് എനർജി, അതിന് BP എന്നാണ് കൊടുക്കുന്നത്. അത് വന്നിട്ട് ദ എമൗണ്ട് അവൈലബിൾ ഇൻ ദി ക്രാങ്ക് ഷാഫ്റ്റ് ആയിരിക്കും. ഓക്കെ, ഇനി ഒന്ന് IP/FP വന്നിട്ട് ഇൻഡിക്കേറ്റഡ് തെർമൽ എഫിഷ്യൻസി. IP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റഡ് പവർ ഡിവൈഡഡ് ബൈ ഫ്യൂവൽ പവർ, അത് വന്നിട്ട് ഇൻഡിക്കേറ്റഡ് തെർമൽ എഫിഷ്യൻസി എന്ന് വരും. BP/FP, BP എന്ന് പറഞ്ഞാൽ ഈ ബ്രേക്ക് തെർമൽ എനർജിയും പിന്നെ ഫ്യൂവൽ പവറും രണ്ടും കൂടെ അതിൻ്റെ റേഷ്യോ ആണ് ബ്രേക്ക് തെർമൽ എഫിഷ്യൻസി. പിന്നെ ബ്രേക്ക് പവറിൻ്റെയും ഇൻഡിക്കേറ്റഡ് പവറിൻ്റെയും രണ്ടിൻ്റെയും റേഷ്യോ ആണ് മെക്കാനിക്കൽ എഫിഷ്യൻസി. മോസ്റ്റ് ടെസ്റ്റ് എന്തിനാ കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രിക്ഷണൽ ലോസ് മൾട്ടി സിലിണ്ടറിൽ ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാനാണ് മോസ്റ്റ് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. പക്ഷേ സിംഗിൾ സിലിണ്ടറിൽ വന്നിട്ട് കണ്ടുപിടിക്കുന്ന വില്യം ലൈൻ മെത്തേഡാണ്. ഓക്കെ, അതിൻ്റെ യൂണിറ്റ് വന്നിട്ട് ബ്രേക്ക് പവർ, അതിൻ്റെ യൂണിറ്റ് ബ്രേക്ക് പവറിൽ വന്നിട്ട് കിലോ വാട്ടാണ്. ഓക്കെ, അതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് ഇത്. സ്പെസിഫിക് ഫ്യൂവൽ കൺസംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is defined as a ratio of consumed unit time power output generated. Consumed unit time power output generator. Okay, SI engines എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റേഷ്യോ വന്നിട്ട് എയർ ഫ്യൂവൽ റേഷ്യോ വന്നിട്ട് SI എഞ്ചിൻ്റെ 10:20 ആയിരിക്കും. സ്പാർക്ക് ഇഗ്നീഷൻ എഞ്ചിനാണ് SI എഞ്ചിൻ. ഓക്കെ, ഫ്യൂവൽ ബൈ എയർ വന്നിട്ട് സ്റ്റോക്യോമെട്രിക് റേഷ്യോ ആണ്. ഓക്കെ, ഫ്യൂവൽ ബൈ എയർ <1 ആണെങ്കിൽ ലീൻ മിക്സർ ആയിരിക്കും. ഫ്യൂവൽ ബൈ എയർ <1 ആണെങ്കിൽ അത് റിച്ച് മിക്സർ ആയിരിക്കും. Thank you and all the best for your exams.